ഞങ്ങൾ അടിച്ചിരിക്കും. അതിനുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ലേലം അടക്കം നടത്തിയിരുന്നത്. അപ്പൊ കോഹ്ലി കിങ് ഞങ്ങളപ്പാണ്. സത്യം പറയല്ലോ, ബാഴ്സലോണ കണ്ടെടുത്താൽ കണ്ടുകൂടാ, അർജന്റീന കണ്ടെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ മെസ്സി കപ്പിടിച്ചപ്പോ സന്തോഷമുണ്ടായിരുന്നു. ആ രീതിയിൽ എനിക്ക് സന്തോഷമൊന്നുമില്ല. IPL 2025 ഓപ്ഷൻ IPL 2025 ലേലം നടന്നുകൊടുക്കണം. ഏകദേശം ലേലം അവസാനിക്കാനായി. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ടീമുകളുടെ ലേലം, ആ ടീമിന്റെ എങ്ങനെയൊക്കെയാണ് ടീം ലൈനപ്പ് വന്നിട്ടുള്ളത്, ആരൊക്കെയാണ് എടുത്തിട്ടുള്ളത്, ജസ്റ്റ് നമ്മളുടെ ഒരു ആവേശത്തിന് പുറത്ത് ഞങ്ങളുടെ ടീം ഇതിലുണ്ട്, പിന്നെ അല്ലാത്ത ടീമുണ്ട്, പിന്നെ നമ്മളെ സഞ്ജുവിന്റെ ടീമുണ്ട്. അപ്പൊ മൊത്തത്തിൽ ടീമുകൾ എടുത്ത പ്ലേയേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരെ നല്ല ചില സജഷൻസും ഇതൊക്കെ വന്നു ചെയ്തിട്ടുണ്ട്, ചില ഊള സജഷൻസും വന്നിട്ടുണ്ട്. ഊള ബിഡ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കിങ്സ്. അവസാനം പറഞ്ഞ പോലെ സർപ്രൈസ് തുറക്കുന്നതിന് കളയണം. ചെന്നൈയോ? ചെന്നൈ അത്ര സർപ്രൈസ് ഒന്നുമില്ല, അതുകൊണ്ട് പറഞ്ഞു നമ്മള് ചെന്നൈ സൂപ്പർ കിങ്സ് ടീം എന്ന് നമ്മൾ വേണം പറയാൻ. റിട്ടൈൻ ചെയ്തത് ശിവൻ ദുബെ പറഞ്ഞ നിക്കട്ടെ. വിജയ് ശങ്കർ എന്തിനാണ് വിജയ് ശങ്കറിനൊക്കെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് 1.20 അത്ര എമൗണ്ട് വന്നിട്ടുള്ളൂ. 30 ലക്ഷം ബേസ് എമൗണ്ട് അല്ല, ഒരു 1 CR എമൗണ്ട് വന്നിട്ടുള്ളൂ. അതിന്റെ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കാം വിജയ് ശങ്കറിനൊക്കെ എടുത്തത് ചെന്നൈ. അല്ല, ചെന്നൈക്ക് വേറൊരു കാര്യം, ചെന്നൈ ഒരു പ്ലെയറിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ടീമിൽ വരുന്ന പോലെയല്ല. ചെന്നൈയിൽ വരുമ്പോ ഒരു വ്യത്യാസം കാണാറുണ്ട് പൊതുവെ. പിന്നെ ധോണി, അല്ല ഞാൻ എന്താ പറയുക, കളി തുടങ്ങാനൊന്നും പറയില്ല. ധോണി പിന്നെ അവിടെ നിൽക്കട്ടെ, ധോണി ഉണ്ട്. രവിചന്ദർ അശ്വിന് എന്തിനാ നിങ്ങൾ കൊടുത്തത്? എന്തിനാ ടീം ചെന്നൈ തന്നെ ആയിരുന്നല്ലോ. പിന്നെ രാജസ്ഥാനിൽ പോയിട്ട് അശ്വിൻ രാജസ്ഥാനിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോയി വീണ്ടും 2 കോടി ബേസ് എമൗണ്ട് 9.75 എടുത്തിട്ടുള്ളത്. എന്ന് പറയാൻ പാടില്ല, പക്ഷെ അന്നേ കൊടുക്കണ്ടില്ലായിരുന്നു. ഈ അശ്വിന്റെ എല്ലാ സമയത്തും ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കളിയില് ചില സമയത്ത് വൻ കളി കളിക്കും. അത് ബോളിംഗ് മാത്രമല്ല, പറഞ്ഞ വെച്ചാല് അശ്വിന് ആദ്യമേ കൊടുക്കേണ്ട ഓൾറൗണ്ടറാണ്, നിർത്താവുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അങ്ങോട്ടോട്ടൊക്കെ മാത്രം. രവീന്ദ്ര ജഡേജ, അത് പിന്നെ ഓൾറെഡി 18 കോടി അവിടെ ഉണ്ട്. പർച്ചേസ്ഡ് സാം കറൻ. എന്തിന്? സൂപ്പർ പ്ലെയർ ആയിരുന്നു. പിന്നെ എന്തിനാ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോ ടൈമിലല്ലേ, നമുക്ക് അതിലൊരു എന്താ പറയാ, ഒരു എമൗണ്ട് കുറവാണ്. 2 കോടി ബേസ് 2.40 വിളിച്ചുള്ളൂ. സാം കറൻ നല്ലൊരു പ്ലെയർ ആണ്, അടിപൊളി ഓൾറൗണ്ടർ ആണ്. ബാറ്റിന് ബാറ്റ്, പിന്നെ എന്തോ അതെ സൂപ്പറാണ്. ശിവൻ ദുബെ പിന്നെ നമ്മള് റിട്ടൈൻ ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, കംബോജ് 30 ലക്ഷം ബേസ് 3.40 എടുത്തു. കംബോജൊക്കെ വളർന്നു വരുന്ന നല്ല പ്ലെയർ ആണ്. അടുത്തതാണ് രജിൻ രവീന്ദ്ര ഓൾറൗണ്ടർ ആണ്. പക്ഷെ ഇവിടെ കോമഡി എന്ന് വെച്ചാൽ റൈറ്റ് ടു മാച്ച്. അതായത് കഴിഞ്ഞ പ്രാവശ്യം വലിയ എമൗണ്ടിനാണ് ചെന്നൈയിലേക്ക് വന്നത്. പക്ഷെ കാര്യമായിട്ട് 1 കോടി 50. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതില് നല്ല എമൗണ്ട് വന്നാണ്. അല്ല, ബേസ് എമൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല എമൗണ്ടിനാണ്. എനിക്കൊന്ന് 10 കോടിന്റെ മേലെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ഓർമ്മ. നല്ല, കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ വരുന്നത്. വേൾഡ് കപ്പിലാണ് അവൻ ക്ലിക്ക് ആയത്. ടീമിൽ വന്നു, പക്ഷെ പെർഫോമൻസ് വളരെ മോശം, വീക്കായിരുന്നു. പക്ഷെ അവർ റിട്ടേൺ ചെയ്തു. ഒരു അവസരം എന്ന രീതിയിൽ ആയിരിക്കാം വീണ്ടും കൊടുത്തത്. പിന്നെ അത് ലേലത്തിന് വെച്ച് വേറെ ടീം വിളിച്ച് പിന്നീട് ഇവരെ അവസരം ഉപയോഗിച്ച് എമൗണ്ട് കുറഞ്ഞു കിട്ടി. അതെ 4 കോടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലുള്ളത് 11 റിട്ടേൺ ചെയ്തതാണ്. അതൊരു വൻ നിർത്തലാണ്. നൂർ അഹമ്മദ്. ഏറ്റവും ബെറ്റർ ബിഡ് ഏതാന്ന് ചോദിച്ചാൽ നൂർ അഹമ്മദ് ആണ്. ചെന്നൈയുടെ 10 കോടിക്ക് ആളുണ്ട്. ബൗളറാണ്, കിടിലൻ ബൗളറാണ്. പിന്നെ അഫ്ഗാനാണ്. അഫ്ഗാൻ പ്ലേയേഴ്സിന് പൊതുവെ ഒരു എനർജി ഉണ്ട് ഫീൽഡിൽ. അപ്പൊ അത് ചെന്നൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഖലീൽ അഹമ്മദ് അത് DC-യിലായിരുന്നു. വേണ്ടായിരുന്നു കുഴപ്പമില്ല, പക്ഷെ ഇതിനേക്കാളൊക്കെ നല്ല. പക്ഷെ 4.50 ദേശ്പാണ്ഡനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുക്കുന്നത്. ദേശ്പാണ്ഡനെയൊക്കെ എടുക്കാമായിരുന്നല്ലോ വേണമെങ്കിൽ. രാഹുൽ ത്രിപാഠി നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്. എമൗണ്ട് കുറവായിരുന്നു. തിരക്കില്ലാത്ത നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്. നല്ലൊരു റിട്ടേൺ ചെയ്തതാണ് 18 കോടി. റഷീദ് 30 ലക്ഷത്തിന് എടുത്തിട്ടുള്ളത്. അതായത് ഏതോ ഒരു ബേസ് അൺക്യാപ്ഡ് ആയിട്ടുള്ള പ്ലെയർ. CSK-യിലായിരുന്നു.
CSK വീണ്ടും CSK അത് പക്ഷെ കളിയൊന്നും അങ്ങനെ വല്ലാണ്ട് ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അത്രേ ഉള്ളൂ. ബാറ്ററാണ് കോൺവേ, ഡിവോൺ 6.25 കോടി. കോൺവേ എടുത്തതിൽ പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ. കോൺവേ നല്ല ആയിരുന്നല്ലോ, CSKന്റെ കളിക്കാരനെ തന്നെയായിരുന്നു. ഓക്കെ, അത് നിർത്തിയതിൽ പിന്നെയും സന്തോഷമുള്ളൂ. പർച്ചേസ് ചെയ്തതിന് പിന്നെ രാഹുൽ ത്രിപാഠി നമ്മൾ പറഞ്ഞു, ഋതുരാജ് വീക്ക് അത് പറഞ്ഞു. ഇത്രേ ഉള്ളൂ ഏകദേശം ചെന്നൈന്റെ നിലവിലെ അവസ്ഥ കേട്ടോ. ഇപ്പൊ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേണം പറയാം. ചെന്നൈയില് ഇനി വേണ്ട ആരാണ്? ഒരു നല്ലൊരു ഓൾറൗണ്ടർ ഉണ്ടല്ലോ, 2 ആൾക്കാരുണ്ട്. ഒരു ഹിറ്റർമാനാണ്, ഹിറ്ററിന്റെ സ്പേസ് അവിടെ. പക്ഷെ അതിനിപ്പോ നല്ല ആൾക്കാരുള്ളത്. ഹിറ്റർ ഇല്ല പൊതുവേ, ഹിറ്റേഴ്സ്. പക്ഷെ ഇപ്പോൾ ടീം മോശമില്ലാത്ത ടീം കേട്ടോ, കുഴപ്പമില്ലാത്തൊരു, അത് സെറ്റ് ആയി കൊണ്ടുവരാൻ ധോണി കൂടി വന്നു കഴിഞ്ഞാൽ ധോണി, സാം കർണനും ജഡേജ ഉണ്ട്. ജഡേജ, ധോണി, അശ്വിന്, പിന്നെ അല്ലേ ഇവണ്ടേ മറ്റേ ബോളർ ഉണ്ടല്ലോ നമ്മുടെ നടരാജാണല്ലോ, എന്താണ് പതിരണ ഉണ്ട്, നല്ല പ്ലെയർ ആണ് പതിരണ ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ശിവൻ ദുബെ, ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. ഞാൻ പറയുന്നത് നല്ലൊരു ചോയ്സ് ആണ് ഫാഫ് ഡുപ്ലസീസ്. കാരണം എമൗണ്ട് വളരെ കുറവാണ്, 2 കോടി. ക്യാപ്റ്റൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പീരിയൻസ്. ക്യാപ്റ്റൻ ഇവനെ ഇവിടെ ആക്കാൻ ചാൻസ് ഇല്ല, കാരണം ഇതിൽ ഒരു കീടിലും പ്ലെയർ വരാണ്ട്, അതിലേക്ക് നമ്മൾ വരാം. ഫാഫ് ഡുപ്ലസി ഒന്ന് ഓക്കെ, അത് RCB പ്ലെയർ ആയിരുന്നു, പക്ഷെ വളരെ മോശം ഫോം ആവറേജ് കളി കളിച്ചിട്ടുണ്ട്. ഡുപ്ലസി ഇപ്പൊ കുറച്ച് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ തൊട്ടൊപ്പം കട്ടാക്കി നിൽക്കാൻ പറ്റിയ ഒരാളാണ്, നല്ല എക്സ്പീരിയൻസ് കൊണ്ട് സൂപ്പറാണ്. ഹാരി ബ്രൂക്ക് ഡൽഹിയിൽ തന്നെയാണ്. പക്ഷെ ഹാരി ബ്രൂക്കിന്റെ ആ ഒരു എന്താ പറയാ, നാഷണൽ ടീമിൽ കളിക്കുന്ന പെർഫോമൻസ് ഒന്നും DC ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഒരു ചാൻസ് കൊടുക്കാൻ എന്തായാലും തിരക്കേടില്ലാത്തൊരു പ്ലെയർ ആണ്. അത് IPL എത്രത്തോളം ഇതുവരെ വലിയൊരു പെർഫോമൻസ് ഒന്നും വന്നിട്ടില്ല ഹാരി ബ്രൂക്കിന്റെ. ജേക്സ് ഫ്രൈസർ ആണ് അത് ഒരു അപ്പീലാത്ത ചെങ്ങൈന്റെ പ്രത്യേകത എന്താ വെച്ചാല്, നമ്മളെ അഭിഷേക് ശർമ്മന്റെ പോലെയാണ്. ആ ഫസ്റ്റ് 6 ഓവർ പവർ പ്ലേയിൽ മാക്സിമം ഉണ്ടാകുക. അങ്ങനെ ഓസ്ട്രേലിയക്കാരനാണ്, T20 വേൾഡ് കപ്പിൽ എടുത്തിട്ടില്ല അവനെ. അതുകൊണ്ട് അതിന് കുറെ അവിടെ ഫാൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നല്ലൊരു ഓപ്ഷനാണ്, ഡൽഹിയുടെ പ്ലെയർ തന്നെയാണ് ആയിരുന്നു. കരുൺ നായരാണ്. കരുൺ നായറിന് 50 ലക്ഷത്തിന് എടുത്ത്, 30 ലക്ഷം ബേസ്, 50 ലക്ഷം. കരുൺ നായർ പക്ഷേ നല്ല പ്ലെയർ ആയിരുന്നു, രാജസ്ഥാനിലെ കളിച്ച നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ടെസ്റ്റില് അടിച്ച പ്ലെയറാണ് ഇന്ത്യൻ ടീമിൽ. പക്ഷെ ഇപ്പം കുറച്ച് വീക്കാണ്. എന്നാലും എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഒരു സ്ലോട്ട് ഫില്ല് ചെയ്താൻ എടുത്തു. 13-25 കോടിക്കാണ് കുൽദീപ് യാദവ്. അത് നമ്മൾ പറഞ്ഞതാണ്, നല്ലതാണ്. പക്ഷെ എന്താ അറിയോ, കുൽദീപ് യാദവ് ഒക്കെ ശരിക്ക് ഒരു ഇതില്ലാതെ ഒരു പഴയ ഒരു ഇതില്ല. പക്ഷെ റിട്ടേൺ ചെയ്ത് വെച്ചാണ് അവിടെ നിൽക്കട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ട് പോവാം. സ്റ്റാർക്കാണ് നെക്സ്റ്റ്, മിച്ചൽ സ്റ്റാർക്ക്. 11.75 കോടി. സ്റ്റാർക്കിന് പഴയ ഒരു പണ്ട് ഇന്നത്തെ ടെസ്റ്റ് മത്സരം കണ്ടില്ലേ, ബോള് സ്പീഡിലായിരുന്നേ, വളരെ സ്ലോ ആയിട്ടാണ് ബോൾ വരുന്നത്. അതിന് വേറെ ഡയലോഗിന് ആദ്യം പറഞ്ഞു, അതിന് പകരമാണ്. ഓക്കെ, അപ്പൊ മിച്ചൽ സ്റ്റാർക്ക് 11 കോടിക്കുള്ള പ്ലെയർ ഒന്നും ഇല്ല. ഒരു വിദേശ ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്ന ലെവൽക്ക് പരിഗണിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അറിയില്ല. വലിയൊരു പെർഫോമൻസ് ഒന്നും കഴിഞ്ഞ KKRന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് എനിക്ക് സംബന്ധിച്ചുള്ളത് ഒരു മോശം മോഹിത് ശർമ്മ. പക്ഷെ മോഹിത് ശർമ്മ കഴിഞ്ഞ സീസൺ ഈ പറയുന്ന നമ്മളെ ഗുജറാത്തിന് വേണ്ടി ഒരു തിരക്കേടില്ലാത്ത പെർഫോമൻസ്. നല്ല സ്കോറിംഗ് കഴിഞ്ഞ പ്രാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രകടനം കാഴ്ചയുണ്ട്. എമൗണ്ട് കുറവാണ്, എമൗണ്ട് കൂടി നമ്മൾ നോക്കിയിട്ട് പറയണം. 220 കോടിയുള്ളൂ. മുകേഷ് കുമാർ കുഴപ്പമില്ലാത്ത പ്ലെയർ ആണ്. അറിയാൻ പറ്റുന്ന പക്ഷെ മുകേഷ് കുമാർ ഒക്കെ ചില സമയത്ത് ഫോം ആകുക അങ്ങനെയുണ്ട്. നടരാജൻ, ഇതാണ് നടരാജൻ കിഡിലൻ ബൈ എന്ന് പറയാം. 10 കോടിക്ക് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ എന്ന രീതിയിൽ കിഡിലൻ ബോളറാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ നല്ല കളി കളിച്ചു. എടുത്ത് നമുക്ക് നോക്കണം പകരം ഇതിന് വേറോ എനിക്കറിയില്ല. നല്ലൊരു സെലക്ഷൻ ആട്ടോ. എന്തായാലും നടരാജൻ നല്ലൊരു ഓപ്ഷനാണ്. ഡൽഹിക്ക് ഏറ്റവും ബെറ്റർ ബൈ ആണ്. അശുതോഷ് ശർമ്മ എന്താ പറയാ, അൺക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ പ്ലെയറിനെ കൊണ്ടുവരുന്ന ഒരാളാണ്. അക്ഷർ പട്ടേൽ പിന്നെ റിട്ടൈൻ ചെയ്തതാണ്. സമീർ റിസ്വി പർച്ചേസ് ചെയ്തത് 95 ലക്ഷത്തിന്. എമൗണ്ട് വെച്ച് നോക്കുമ്പോ CSK വന്നതാണ്. ഓൾറൗണ്ടർ ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ പരിഗണിക്കാം. അങ്ങനെ പറയാൻ അഭിഷേക് പോറൽ റിട്ടേൺ ചെയ്തതാണ്. അവർക്ക് ഒരു അഭിവാജ്യ ഘടകമായിട്ടുള്ള ഒരാളാണ്. KL രാഹുൽ 14 കോടി. അത് വേണ്ടായിരുന്നു. പക്ഷെ ക്യാപ്റ്റൻസിയിൽ നിർത്തുകയല്ലോ. രാഹുലും
എന്തിനാണ് കേരള നല്ല വിക്കറ്റ് കീപ്പറാണ്, നല്ല ബാറ്റ്സ്മാൻ. എനിക്ക് എന്താ വെച്ചാൽ ബാംഗ്ലൂർ എടുക്കുമ്പോ ഒരു പേടിയുണ്ടായിരുന്നു. ബാംഗ്ലൂർ വിളിച്ച് എന്തിനാണ് നല്ല വിക്കറ്റ് കീപ്പറാണ്, നല്ലൊരു കീപ്പർ അല്ലേ, നല്ലൊരു ബാറ്റ്സ്മാനാണ്. എന്ത് ബാറ്റ്സ്മാൻ T20 മര്യാദ കളി കളിച്ചില്ല. കഴിഞ്ഞ സീസണിലൊന്നും ഒരൊറ്റ കളി മര്യാദ കളിച്ചില്ല. വെറുതെയാണ് കേരള. എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം നല്ല പ്ലേ നോക്കിക്കോണ്ടി, നല്ലൊരു പ്ലേ വരാൻ സാധ്യത അത്ര തന്നെ ഉള്ളൂ. പിന്നെയുള്ള റിട്ടേൺ ചെയ്താണ് സ്റ്റംസ്. പിന്നെ വെടിക്കെട്ട് ബാറ്റ്സിംഗ് ആണ്, ബാറ്റ്സ്മാൻ. ഓപ്പണിംഗിൽ ആർക്ക് ഇറക്കും എന്നുള്ള കൺഫ്യൂഷൻ. 1-2 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് GT ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് കുറെ ആൾക്കാരെ വിട്ടുകൊടുത്തു പറയുമ്പോ ഇതുവരെ ഗുജറാത്ത് കളിച്ചതിൽ ഏറ്റവും മോശം ടീം ഇപ്പത്തെ ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഫുൾ ആയിട്ടില്ലല്ലോ. അല്ല ഇതില് മോശം ടീം പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ടീമിനെ താരതമ്യം ചെയ്യുന്നത്. പക്ഷെ ഇതില് ഫസ്റ്റ് പറഞ്ഞ ജോസ് ബട്ട്ലർ ഉണ്ട്. ജോസ് ബട്ട്ലർ പക്ഷെ പരിക്കാണ്. മുഴുവൻ കളികളും കളിക്കുമോ എന്നുള്ളത് ഉറപ്പില്ലാത്തൊരവസ്ഥ ഉണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ കളിച്ച അതൊരു കളിയായിരിക്കും. രാജസ്ഥാൻ ഏറ്റവും വലിയ പോരായ്മയാണ്, അതപ്പൊ പറയാം. RRന്റെ അല്ലെ അനൂജ് റാവത്ത് പിന്നുള്ളത്. അനൂജ് റാവത്ത് പ്ലെയർ ആണ്. പക്ഷെ വേറെ കോമ്പറ്റീഷൻ 30 ലക്ഷം ബേസ് എമൗണ്ട് തന്നെ എടുക്കുന്നത്, ഡയറക്റ്റ് എടുത്തേക്കാണ്. കുമാർ കുശാഗ്ര 65 ലക്ഷത്തിന്. ഓൾക്കൊരു നല്ല കീപ്പറായി എന്ന് പറയാ. വാഷിംഗ്ടൺ സുന്ദർ വന്നിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. 320 കോടി കിട്ടോ, 320 കോടി. അത് നല്ല ഓപ്ഷനാണ്. അല്ല കുശാഗ്ര നല്ല കീപ്പറാണ്, ബാറ്റ്സ്മാനും ആണ്. സുധാർ അയ്യോ 30 ലക്ഷത്തിന് ജസ്റ്റ് കുഴപ്പമില്ല, അടക്കം അടക്കണ്ടേ. സിറാജ് എന്തിനാണ് ശോകം പരിപാടി. RCB റിട്ടേൺ എടുക്കും വിചാരിച്ചിരിക്കുന്നത്, എന്തോ ഭാഗത്ത് എടുത്തില്ല. RCB ഫാൻ നിലയിൽ ഞങ്ങൾക്ക് നന്ദി. അല്ല ഇതൊക്കെ ബേസ് എമൗണ്ടിന്റെ മുകളിൽ 10 കോടിയാണ് വിളിച്ചിരുന്നത്. എന്താന്നല്ല. പക്ഷെ വേറെ ഇട്ടുണ്ട്. ഈ RCB അല്ല, ഈ ഗുജറാത്ത് എടുത്തത് ഇത് പകരം ആരറിയോ? സോറി, ആരെ ഒഴിവാക്കിയിട്ട് സിറാജ് എടുത്തറിയോ? മുഹമ്മദ് ഷമീനെ ഒഴിവാക്കിയിട്ടാണ് സിറാജ് എടുത്തത്. ഏറ്റവും വലിയ അബദ്ധമാണ്. മണ്ടത്തരം കാണിച്ചു കേട്ടോ. വിക്കറ്റ് ഇട്ടുണ്ട്. സിറാജ് വെറുതെ അടി വാങ്ങാണ്. സിറാജ് വന്നടി. വല്ലപ്പോഴും ഒരു സിനിമ കുറ്റിയോ വെള്ളം പോയി കഴിഞ്ഞാൽ അത്ര നല്ല പ്ലെയർ ആയിരുന്നു. ലെങ്ത് ഇല്ല ബോളിംഗിൽ. കഴിഞ്ഞ വർഷമൊക്കെ ഫുൾ ആയിരുന്നു, ലെങ്ത് തീരല്ല. അങ്ങനത്തെ കൃഷ്ണ 950 കോടി. 50 കോടിക്കൊന്നുമില്ല. അല്ല നല്ല ബോളറാണ്, നല്ല ബോളറാണ്. 50 കോടി ഉണ്ടോന്നുള്ളത്. റാഷിദ് ഖാൻ റിട്ടേൺ ചെയ്തതാണ്. ജെറാൾഡ് കോട്ടസി സൗത്ത് ആഫ്രിക്കൻ നല്ല ബോളറാട്ടോ. പക്ഷെ അവന് വലിയ മുംബൈയിലൊന്നും വലിയ ഇത് വന്നിട്ടില്ലേ കഴിഞ്ഞ വർഷം ഒന്നും. അവസരം കിട്ടിയില്ല, അവസരം കുറവാണ്. അതുകൊണ്ടാണ്. റബാദ നല്ല സെലക്ഷൻ ഉണ്ട് ഞാൻ കണ്ടത്. റബാഡ സിറാജ് കൊടുക്കണ റണ്ണ് റബാഡ അങ്ങനെ പിടിച്ച് നിർത്തിക്കോളും, അതാണ് ഉള്ളത്. പക്ഷെ അങ്ങോട്ട് കാര്യമില്ലേ, സ്പെല്ലൊക്കെ വരുമ്പോ മറ്റോ പേര് അടി അടിക്കൂലേ. മാനവ് സുധാർ നമ്മള് നേരത്തെ പറഞ്ഞു, സിറായ പറഞ്ഞു. ഇനി സായ് സുദർശൻ അത് റിട്ടേൺ ചെയ്തതാണ്. നല്ല അടിപൊളി പ്ലെയർ ആവശ്യമുള്ളതാണ്. പിന്നെ ശുഭ്മാൻ ഗിൽ റിട്ടേൺ ചെയ്തതാണ്. ഗില്ലിനെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിവാക്കുന്നേക്കും നല്ലത്. പക്ഷെ വെക്കാൻ ഒരാളില്ല ഗില്ലിന് പകരം. ഗില്ലിന് ക്യാപ്റ്റൻ അല്ലെങ്കിലും പോരാ. അതല്ലാതെ വേറെ പ്ലെയർ ഇല്ല പറയാൻ പറ്റില്ല. ഇതിൽ ആരപ്പുള്ള ക്യാപ്റ്റൻസി ആക്കാൻ പറ്റിയ ആളില്ല. സിറാജ് ഉണ്ടാവില്ലേ. ഞാൻ ബോളും ചെയ്യണം, ക്യാപ്റ്റനും ചെയ്യണം, നടക്കൂല എന്ന് പറയുന്നത്. അടുത്തത് അതാണ് മഹിപാൽ ലാംറോ. അത് RCBന്റെ പ്ലെയർ ആണ്. നല്ല ഹിറ്റർ ആണോ, നല്ല ഹിറ്റർ. അതായത് നമ്മളെ ഇമ്പാക്ട് പ്ലെയർ ഒക്കെ ആയിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. എപ്പോഴൊന്നും വർക്ക്ഔട്ട് ആവില്ല. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ആണ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊക്കെ ഇറക്കാം. മുഹമ്മദ് അർഷാദ് ഖാൻ 130 കോടി. LSTയിൽ കഴിഞ്ഞ പ്രാവശ്യം ചാൻസ് കിട്ടിക്കണോ? എനിക്ക് ഒരു കളി LSTയിൽ പ്ലെയർ ആണ്. പക്ഷെ അവന് അങ്ങനെ ഫുൾ എല്ലാത്തിലൊന്നും അങ്ങനെ നല്ലൊരു പ്ലെയർ ഒന്നും വന്നിട്ടില്ല. ഓൾറൗണ്ടർ ആണ്. പിന്നെ നിഷാന്ത് സിന്ധു 30 ലക്ഷത്തിന്റെ പ്ലെയർ ആയിരുന്നു, ഞങ്ങളെ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഒന്നും കഴിഞ്ഞ വർഷം തവാട്ടിയ കുഴപ്പമില്ല, റിട്ടേൺ ചെയ്തെടുത്തിയാണ്. എന്താ പറയാ, മറ്റേ മഴ പെയ്യണോ, മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ വല്ലപ്പോഴും ഒരു പ്രകടനം വന്നാലും മറ്റേ പറയാൻ പറ്റില്ല. പ്രാവശ്യമൊക്കെ നല്ല പ്രതീക്ഷ. ഷാറൂഖ് ഖാൻ റിട്ടേൺ ചെയ്തതാണ്. വാഷിംഗ്ടൺ സുന്ദർ അതാണ് പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് തന്നെ പറഞ്ഞു അതിനുള്ളൂ. അത്ര ആൾക്കാരാണ് നമ്മളെ GT കഴിഞ്ഞ പ്രാവശ്യത്തെ ടീമിനൊക്കെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വീക്ക് ആയിട്ടുള്ള ടീമായിട്ട് എനിക്ക് തോന്നുന്നു. വീക്കാണ്, പക്ഷെ എടുത്തിരിക്കുന്ന 1-2 ആൾക്കാർ പൊളി. അതായത് മുഹമ്മദ് സിറാജ്, റാഷിദ് ഖാനൊക്കെ ഉണ്ട്. സിറാജിനെ പറയുമ്പോ റാഷിദ് ഖാൻ ആദ്യം ഉണ്ട്. പിന്നെ
പ്രസിദ്ധ് കൃഷ്ണ എടുത്തത് അതൊക്കെ ഇതിപ്പോ നല്ല- ഹിറ്റർ നല്ലതാണ്. ഇല്ലല്ലോ അവർക്ക്. വന്നോളൂ. ലാംബ്രോറൊക്കെ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് ദാണ്ട് കിടക്കണം നമ്മുടെ KKR. ടീം KKR റിട്ടേൺ ചെയ്തിരിക്കണം നമ്മുടെ ചെക്കനെ. എന്താണ് സുനിൽ ചെക്കനെ? നരേൻ. സുനിൽ നരേന് 12 കോടി തന്നെ. എത്ര കൊല്ലായില്ലേ നല്ല കീട്ടിലും പ്ലെയർ. നരേനും അതെ, മറ്റോണ്ടല്ലോ രണ്ട് സ്പെല്ല് കീട്ടില്ല സ്പെല്ല് ചെയ്യുന്നല്ലോ. ആരായിരുന്നു? രണ്ടും ഒരേ മാതിരി. നരേനും മറ്റു ചങ്ങായി ഏകദേശം ഒരേ പോയ പോളിയാണ്. ഈ ഒരു പേരും കിട്ടില്ലല്ലോ. അതിലുണ്ടാവും, റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. നോക്കട്ടെ. വെങ്കടേഷ് അയ്യർ കിടിലൻ ബാറ്റ്സ്മാൻ ആണ്. പക്ഷെ 23 കോടി അത് ഞാൻ അത് കുറച്ച് ഒരിക്കലും എനിക്കും തോന്നുന്നില്ല അതിനൊന്നും ഉണ്ട്. ഓൾറൗണ്ടർ ആണ്, 23 കോടിക്കുള്ള പ്ലെയർ ഒന്നും ഇല്ല. പക്ഷെ അടിപൊളി പ്ലെയർ ആണ്. നല്ല ഓൾറൗണ്ടർ ആണ്. ഓൾറൗണ്ടർ നല്ല batsman ആണ്, സൂപ്പർ നല്ല കളിക്കാരനാണ്. bowler ആണ്. പക്ഷെ പക്ഷേ 23-25 കോടി, ഒരു കോടിക്കൊന്നും 15 കോടി 16 കോടിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിരുന്നു അല്ലെ? KKRന് റിട്ടേൺ ചെയ്താൽ മതിയായിരുന്നു. റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ ഇത്ര എമൗണ്ട് വരില്ലായിരുന്നു. ഓല് ലേലത്തിൽ വിളിച്ചെടുത്തേക്കല്ലേ, അതെ, അതെ, പർച്ചേസ് ചെയ്തേക്കാണ്. ഉം. റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ 23 കോടി വരില്ലായിരുന്നു അവർക്ക്. വരില്ലായിരുന്നു. ക്വിന്റൺ ഡിക്കോക്ക് 360 വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. തിരക്കില്ലാത്ത ഒരു T20 പ്ലെയർ ആണ്. എമൗണ്ട് വെച്ച് നോക്കുമ്പോഴും തിരക്കിടില്ല. ഗർബാസ് ഗുർബാസ് അഫ്ഗാൻ വിക്കറ്റ് കീപ്പർ ആണ്. ഒരു കീപ്പർ രീതിയിൽ ഒരാളെ നല്ല അത്യാവശ്യം ബാറ്റ് ചെയ്യും. നല്ല സെഞ്ചുറി. രമൺദീപ് സിംഗ് നമ്മൾ പറഞ്ഞു റിട്ടേൺ ചെയ്തതാണ്. റിട്ടേൺ ചെയ്തു. വെങ്കടേഷ് അയ്യർ കഴിഞ്ഞു. മായങ്ക് മർഖാണ്ഡെ സ്പിന്നർ അത് ബേസ് എമൗണ്ട് ആണ്. പക്ഷെ അത്യാവശ്യം കളി കളിച്ചിട്ടുണ്ട്. പ്ലെയറിന് കിടക്കട്ടെ. ഇനി അവിടെ സ്ലോട്ട് ഇനി കിടക്കണുണ്ടല്ലോ. വൈഭവ് അറോറ 180 കോടിയാണ് പറയുന്നത്. KKRല് തന്നെയായിരുന്നു. പിന്നെയും ഒരു പർച്ചേസ് ചെയ്തു. വരുൺ ചക്രവർത്തി ഇവരെ ഞാൻ പറഞ്ഞു. വരുൺ ചക്രവർത്തി നാരയിനും വരുണും വന്നു കഴിഞ്ഞാൽ മോനെ എന്താ കളി. ഒന്നും ചെയ്യില്ല. സ്കോർ ഊണാകണേ, ഒന്നും ചെയ്യാൻ പറ്റില്ലേ. റിട്ടേൺ ചെയ്താൽ റസൽ, ആന്ധ്ര റസൽ റിട്ടേൺ ചെയ്താണ്. നോർജെ ഡൽഹിന്ന് റസലും ഇവരെ ബോളിംഗ് സെറ്റ് ആട്ടോ. റസല് KKR ആദ്യം എങ്ങനെ റസൽ 4 ഓവർ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻട്രിച്ച് നോർജെ കുഴപ്പമില്ലാത്ത 4 ഓവർ. നല്ല സുനിൽ നാരായൺ 4 ഓവർ. പിന്നെ റസലിനെ കൂട്ടിയോ? അല്ല, സ്പിന്നർ മറ്റേ ചക്രവർത്തി 16 ഓവർ അവിടെ പോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ കൊണ്ട്. അടുത്ത ഇവിടെ സിറാജിന് പകരം ഞാൻ അങ്ങനെ കാണാം. ഞാൻ സിറാജ് അർഷിദ് റാണ നല്ല ബോളറാണ്. പക്ഷെ അടിയാണോ കൊള്ളു. മർക്കാന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ആകണ് രഘുവംശി പർച്ചേസ് ചെയ്തേക്കണം. 3 കോടിക്കാണ്. കുഴപ്പമില്ല, നല്ല പ്ലെയർ അല്ലേ, പുതിയ പ്ലെയർ അല്ലേ, ഇറങ്ങി കളിക്കട്ടെ. റിങ്കു സിംഗ് റിട്ടേൺ ചെയ്തതാണ്. റോമൻ പവൽ ഹിറ്റർ രാജസ്ഥാനിലായിരുന്നു. ഇപ്പൊ ടീമിലേക്ക് വന്നു. അവസരം കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം റസലിനെ പോലെ ഒരു പ്ലെയർ അവിടെ ഉണ്ടാവുമ്പോ. ഇതാണ് KKRന്റെ നിലവിലെ. KKR വലിയ തിരക്കല്ല. ബോളിംഗ് കൊണ്ട് കിടിലൻ ടീമാണ്. 2 ബാറ്റ്സ്മാൻ കൂടി വന്നാല് ഒരു രക്ഷയില്ല. ബാറ്റ്സ്മാൻ ഉണ്ട് കേട്ടോ, നല്ല ഹിറ്റർമാർ കുറേ ഉണ്ട് ഇതില്. പക്ഷെ നല്ല ആൾക്കൂടെയും വരണം. ക്യാപ്റ്റൻ ആക്കും. ഇബല് ക്യാപ്റ്റൻ ആക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രേയസ് അയ്യറാണ് അങ്ങനെ കൊടുത്തല്ലോ. ആയിക്കോട്ടെ. ഇബൽക്ക് പിന്നെ വെങ്കടേഷ് അയ്യർ ഇന്ത്യൻ ടീം തന്നെ വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് ആയിരിക്കും. വെങ്കടേഷ് അയ്യർ ഉണ്ട്. വെങ്കടേഷ് അയ്യർ കഴിയുമ്പോൾ നല്ല ഡീകോക്കിനൊക്കെ ക്യാപ്റ്റൻ ഡീകോക്കിനൊക്കെ ആക്കാൻ പറ്റും. ആളൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നേരെ LSGയിലേക്കാണ്. LSG ഇതുവരെ കളിച്ചതിൽ ഏറ്റവും കൂട്ടത്തിൽ നല്ല ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മിച്ചൽ മാർഷ്. ആദ്യം തന്നെ മിച്ചൽ മാർഷ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറാണ്. അത്യാവശ്യം ബാറ്റിംഗും ബോളിംഗ് ചെയ്യുന്ന പ്ലെയർ ആണ്. കുറച്ച് കുറഞ്ഞു തുടങ്ങിയാണ് ഇപ്പോ, എന്നാലും കുഴപ്പമില്ല. ജോയാൽ നിർത്തുന്നത് ബേസിക് എമൗണ്ട് ആണ്. വിക്കറ്റ് കീപ്പർ അയക്കണ് നിക്കോളാസ് പുരാൻ. അവിടെയും വിക്കറ്റ് കീപ്പർ, വീണ്ടും ഒരു വിക്കറ്റ് കീപ്പർ. വിക്കറ്റ് കീപ്പർ എന്തായാലും 21 കോടിക്കാണ്. അബ്ദുൽ സമദ് നല്ലൊരു ഓൾറൗണ്ടർ ആണ്. SRH നല്ല കളി കളിച്ചു. നല്ല കളിച്ചാണ്. 4 കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ആണ്. കുഴപ്പമൊന്നുമില്ല. റേറ്റും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല കുഴപ്പമില്ല. മായങ്ക് യാദവ് റിട്ടേൺ ചെയ്താണ്. മോഹ്സിൻ ഖാൻ റിട്ടേൺ ചെയ്തതാണ്. രവി ബിഷ്ണോയ് റിട്ടേൺ ചെയ്താണ്. ബിഷ്ണോയ് സൂപ്പർ പ്ലെയറാണ്, നല്ല ബോളിംഗ് ആണ്. പിന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അബ്ദുൽ സമദ് നമ്മൾ പറഞ്ഞു. ആകാശ് ദീപിന് 8 കോടിക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ബോളർ എന്നുള്ള രീതിയിൽ ബോളർമാർ മാത്രമേ ഉള്ളല്ലോ, ഫുൾ ബോളേഴ്സ് ആണ്. മായങ്ക് യാദവ് ബോളറാണ്. ആവേശ് ഖാൻ ബോളറാണ്. ആകാശ് ദീപ് ബോളറാണ്. ഡേവിഡ് മില്ലർ മില്ലറൊക്കെ അതൊക്കെ സിംഹം തന്നെ അറിയില്ലേ, ആ സംഭവം ഉണ്ട്. ഹിമ്മത് സിംഗ് 30 ലക്ഷം ബേസിക്കിനാണ്. ഋഷഭ് പന്ത് മോനെ 27 കോടിയാണ്. എന്തിന്? അവിടെ ഋഷഭ് പന്ത് 20 നല്ല കളിക്കും. എന്ത് IPL കളിക്കും. IPL മര്യാദക്ക് ഒരു കളി തരെ കളിച്ചില്ല. കഴിഞ്ഞ സീസണിലൊക്കെ വളരെ ഫ്ലോപ്പ് ആയിരുന്നു.
പിന്നെ എന്താണ് ഓപ്ഷൻ എന്ന് വെച്ചാല് ഋഷഭ് പന്തിനെ പോലെ ഒരു സ്റ്റാർ ഇന്ത്യൻ പ്ലെയർ ടീമിൽ നിൽക്കാന്നുള്ളത് അവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾ മാത്രമല്ല, പിന്നെ ഒരു പന്ത് നല്ലൊരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ, സ്റ്റാർ വാല്യൂ ഒക്കെ ഉണ്ട്. വിക്കറ്റ് കീപ്പർ ഓക്കെ, ക്യാപ്റ്റൻ ഓക്കെ, ബാറ്റ്സ്മാൻ നിലവിൽ ഡൗൺ ആണെന്നേ ഉള്ളൂ. ഒറ്റ മോശം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വിക്കറ്റ് കീപ്പർ ഇതിലും ക്യാപ്റ്റൻ ഇതിലും 27 കോടി കൊടുക്കാനുള്ള ആളുടെ ഓം നല്ല സൂപ്പർ പ്ലെയർ അല്ലേ. ഋഷഭ് പന്ത് ഉണ്ട്. എനിക്ക് അടുത്തത് എയ്ഡൻ മാർക്കർ, ബേസിക് എമൗണ്ട് ആണ്, കുഴപ്പമില്ല. എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പയ്യാണ്. ബദോണി, ആയുഷ് ബദോനി പറഞ്ഞല്ലേ നിലവിൽ ഈ ടീം തന്നെ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്യാപ്റ്റൻസും നല്ല ബോളേഴ്സും ഉണ്ട്, നല്ല വിക്കറ്റ് കീപ്പേഴ്സും ഉണ്ട്. കുഴപ്പമില്ല അങ്ങനെ പറയാം. ഈ പറഞ്ഞ പോലെ നിലവിൽ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആണ്. മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസ് എന്താ പറയുക, റിട്ടേൺ ചെയ്തപ്പോ തന്നെ ഒരു അടിപൊളി ടീമായിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് ആളായിട്ട് ഫില്ലാക്കിയാൽ മതി. നല്ല ടീമാണ്. ഇതിലിപ്പോ നിലവിൽ വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ ചെക്കൻ ഒരു റിട്ടേൺ ചെയ്ത് നിർത്തിയാണ് ഹാർദിക് പാണ്ഡ്യ. നമൻദീറിന് എന്താ വെച്ചാൽ ഇവർ പുറത്തു കൊടുത്ത് അതേമാതിരി വിളിച്ചതാ. ലേലം വിളിച്ചതിന് ശേഷം വീണ്ടും ആ ഓല ചാൻസ് ഉപയോഗിച്ചെടുത്താണ്. റൈറ്റ് ടു മാച്ച് 5.25 വിളിച്ചത്, 5.25 കോടി. റോബിൻ മിൻസ് 65 ലക്ഷം. വിക്കറ്റ് കീപ്പർ അല്ലേ, നല്ല കുഴപ്പമില്ല വിക്കറ്റ് കീപ്പർ. വിക്കറ്റ് കീപ്പർ എന്താ അവിടെ അടുത്ത ആളുണ്ട്, റിക്കിൾട്ടനൊക്കെ 1 കോടി ബേസിക് എമൗണ്ട്. ആ ബേസിക് എമൗണ്ട് തന്നെയല്ലേ വിളിച്ചിട്ടുള്ളത്. പിന്നെ ആരാ നല്ല പ്ലേയേഴ്സ് വേറെ ഉള്ളത്? നമൻദീർ ഉണ്ട് അല്ലേ, നമൻദീർ നമ്മൾ പറഞ്ഞു. ദീപക് ചാഹർ, ചെന്നൈയിലെ ദീപക് ചാഹർ സംഭവം നല്ല പ്ലെയർ. പക്ഷെ എന്താ അറിയാം, കളിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഇതില് ചെന്നൈയിൽ അധികം കിട്ടിയില്ലല്ലോ, ഇവിടെയും കിട്ടൂല. എന്താ കാരണം ജസ്പ്രീത് ബുംറ ഒരു ഫാസ്റ്റ് ബോളർ ഷുവറാണ്, പിന്നെ ട്രെന്റ് ബോൾട്ടും ഉണ്ട്. പിന്നെ മൂന്നാമതൊരു ഫാസ്റ്റ് ബോളറിന്റെ ആവശ്യം വളരെ റയർ ആയിട്ട് വരും. മീഡിയം ഫാസ്റ്റ് ബോളറാണ് ശരിക്കും ദീപക് ചാഹർ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേറെ വിറ്റുണ്ട്. ജസ്പ്രീത് ബുംറ ട്രെന്റ് ബോൾട്ട് പക്ഷെ അടി വാങ്ങിട്ട് ചില സമയത്ത്. ട്രെന്റ് ബോൾട്ടിന്റെ 4 ഓവർ, ജസ്പ്രീത് ബുംറന്റെ 4 ഓവർ, പിന്നെ 8 ഓവർ അവിടെ ഏകദേശം തീരുമാനമുണ്ട്. പിന്നെയും ട്രെന്റ് ബോൾട്ടിന് അടി കിട്ടിയുള്ളൂ. ബുംറ 8 ഓവർ അവിടെ സെറ്റാണ്. കാരണം ഇവർ തമ്മിലുള്ള ഡ്യുവോ ആദ്യം ഉണ്ടായിരുന്നു. ട്രെന്റ് ബോൾട്ട് പിന്നെ പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും വന്നതാണ് മുംബൈക്ക്. അപ്പൊ ഇവർ തമ്മിലുള്ള ആ ഒരു ഓപ്പണിംഗ് 4 ഓവർ 5 ഓവറിൽ 2-3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. കരൺ ശർമ്മ സ്പിന്ന്, പിന്നെ ബോളിംഗ് ചാൻസ് കിട്ടും. ഇങ്ങനെ ഫാസ്റ്റർ ആകുമ്പോഴാണ് പ്രശ്നം. തിലക് വർമ്മ റിട്ടേൺ ചെയ്തോളി നിർത്തിയതാണ്. ഗസൻഫർ ഉണ്ടല്ലേ, 480 ബൗളർ ഒക്കെ ബോളറാണ്. ദീപക് ചാഹർ ഇവരൊക്കെ ബോളറാണ്. രോഹിത് ശർമ്മ ഓക്കെ റിട്ടേൺ ചെയ്ത് നിർത്തിയാണ്. സൂര്യകുമാർ യാദവ് റിട്ടേൺ ആണ്. തിലക് വർമ്മയ്ക്ക് റിട്ടേൺ ആണ്. നല്ല ടീമാണ്. മുംബൈ അല്ലെങ്കിലും സെറ്റ് ആണ്. മുംബൈക്ക് എന്താ വർഷം തോറ്റു തുടങ്ങുന്നവരാണ്. ഇനിയിപ്പോ അവസാനത്തിന് ഹിറ്റർ കുറവുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. ഇവർക്ക് എല്ലാം സെറ്റാ. ബോളേഴ്സ് കൂടുതലാ. ബോളർമാര് ബുംറ, ഇനി ബാക്കിയുള്ള ചോട്ടും കൂടി നല്ല ആളെന്നാ കഴിഞ്ഞു. ബോൾട്ട് ചില സമയത്ത് ഡൗൺ ആയാലുണ്ട്. ഞങ്ങൾ ഡൗൺ ആയാൽ അവിടെ മറ്റൊരു ബോൾട്ടിനാ ഡിറ്റോ നോക്കൂ. നെക്സ്റ്റ് പഞ്ചാബ് കിങ്സ് ഇവര് മണ്ടന്മാരാണോ? നേരെ നമ്മൾ ഇന്നലെ ലൈവ് ആയിട്ടിരുന്ന് കാണുന്ന സമയത്ത് ഇവർ എത്രകാലം കേറ്റി വിളിക്കുന്നുണ്ട്. അടുത്ത ഇംഗ്ലീഷ് ആണ് ആദ്യം. ഇംഗ്ലീഷ് ജോഷ്, ഓസ്ട്രേലിയക്കാരാണ് വിക്കറ്റ് കീപ്പർ. എമൗണ്ട് ചോദിക്കുമ്പോ കുഴപ്പമില്ല. വിക്കറ്റ് കീപ്പർ രീതിയിൽ ഒരാളവിടെ വേണേനും. അടുത്തത് ഇവന് 4 കോടി. വലിയ മോശമില്ലാത്ത പ്ലെയറാണോ? അത്യാവശ്യം വിക്കറ്റ് കീപ്പർ 2 വിക്കറ്റ് കീപ്പറാണ് പറയാ. വിഷ്ണു വിനോദ് അത് നമ്മളെ ഹാപ്പിയാണ്. മലയാളി എന്ന രീതിയിൽ നമ്മൾ ഹാപ്പിയാണ്. നല്ലൊരു ചാൻസ് കിട്ടണം, കളിക്കാൻ ചാൻസ് കിട്ടിയാൽ. മുംബൈ ഇന്ത്യൻസിൽ ചാൻസ് കിട്ടിയില്ല. ഓന മുംബൈ ഇന്ത്യൻസിൽ കിട്ടിയത് മൊത്തം മറ്റേ ഈ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കിയൊക്കെയായിരുന്നു. നല്ലൊരു അത്യാവശ്യം വിക്കറ്റ് കീപ്പർ ആയിട്ട് കളിക്കാനൊക്കെ 95 ലക്ഷമാണ് എമൗണ്ട് വന്നുള്ളതും. ഹർപ്രീത് ഉണ്ട്, 1.50. മാർക്കോ ജാൻസൺ 7 കോടിക്കൊന്നും ഇല്ല. ജാൻസൺ ഓൾറൗണ്ടർ ആണല്ലോ, ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കക്കാരനാണ്. പക്ഷെ ജാൻസൺ കുഴപ്പമൊന്നുമില്ല, 7 കോടിക്കൊന്നുമില്ല. അതേപോലെ ലാസ്റ്റ് മറ്റേ കളി വന്നാൽ കിട്ടില്ല കളിയാണ്. സ്റ്റോയിനസ് 11 കോടി. സ്റ്റോയിനസ് നല്ല പ്ലെയർ ഒക്കെ അടി കിട്ടുന്നല്ലാതെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ 2-3 കളി കിട്ടില്ല കളി വെച്ചോ. 11 കോടിക്കുള്ള 11 കോടി ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവർക്ക് നല്ല പ്ലെയർ വേറെ ഇല്ലേനും. LSC കഴിഞ്ഞ വർഷം കിട്ടില്ല കളി ചടവല് സ്റ്റോയിനിസ്. ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു യാഷ് താക്കൂർ, യുസ്വേന്ദ്ര ചഹൽ 18 കോടിക്കുള്ള പ്ലെയർ ഇല്ല, ഒരിക്കലും ഇല്ല.
ഇപ്പത്തെ ഒരു അവസ്ഥയിൽ 10-12 നല്ല ബോളറാണ്. കുൽദീപ് യാദവ് ഇവലൊക്കെ അടി വാങ്ങിക്കൊണ്ടിരിക്കാണ്. കുൽദീപ് പിന്നെയും വലിയ 18 കുഴപ്പമില്ല. കോടിക്കുള്ള പ്ലെയർ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാൻ അത് ആർട്ടിയും വഴി എടുക്കാൻ, അല്ലെങ്കിൽ ആർട്ടിയും വഴി എടുത്തിരുന്നു. അത് ആ 18 കോടി വന്നത് കൊണ്ടാണ് രാജസ്ഥാൻ വഴിയൊക്കെ പതുക്കെ ഒഴിവാക്കി. അല്ലെങ്കിൽ 18 കോടി ഉള്ളത് മാത്രമല്ല, ഇപ്പം വളരെ പിറകിലാണ് ഇപ്പൊ. തീരെ ബോളിംഗ് മോശമാണ്. നല്ല അടിയും കിട്ടുന്നുണ്ട്. അടുത്തതാണ് വരവ്. ഗ്ലെൻ മാക്സ്വെൽ വീണ്ടും വന്നിരിക്കുകയാണ്. KKPP കിട്ടിയാ കിട്ടി, പോയാ പോയി. വീണ്ടും മാക്സ്വെൽ നമ്മുടെ സ്വന്തം പ്രതീസിന്റെ ഒരു ടീമിലേക്ക് തിരിച്ചെത്തിക്കാണ്. മാത്രല്ല ഇവന് കിട്ടി പോയേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് എമൗണ്ട് അധികം ഇല്ല. 4 രൂപ അത് വെച്ച് നോക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത നമ്മളെ ചെക്കനാണ് ശ്രേയസ് ശ്രേയസ്. അവിടെ നിക്കട്ടെ. 26 കോടി ക്യാപ്റ്റൻ ഓപ്ഷൻ ശ്രേയസ് അയ്യർ പറഞ്ഞ പോലെ എമൗണ്ട് കൂട്ടി ചോദിച്ച് മാറ്റി. അതുകൊണ്ട് പറയാം, നമ്മള് KKR 23 ചോദിച്ച് നമ്മള് കണ്ടപ്പോ ഒരു 17-18 നിൽക്കും കരുതി. 23 മേലെ പോയി. മെല്ലെ വന്ന് അത് പറഞ്ഞതിന് വില ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ പറ്റും. 26 അല്ല ആളുണ്ട്. ക്യാപ്റ്റൻസിക്ക് ആളായില്ലേ. ഇനി തിരിഞ്ഞു നോക്കണ്ടല്ലോ. ഹർഷ്ദീപ് സിംഗ് എന്താണ് സൂപ്പറാണ്. എനിക്ക് നല്ല അബദ്ധമാണ് ചെയ്തത്. സ്വന്തം പ്ലെയർ ആയിരുന്നു. 18 കോടിക്ക് ലേലത്തിലിട്ട് വരെ കൂട്ടി വിളിക്കേണ്ടി വന്നു. അതൊരു റിട്ടേൺ ചെയ്യാമായിരുന്നു. നിലവിൽ ഇത്ര മതിയുള്ള ഒരു കണക്ക് വെച്ചാൽ 5-6 പ്ലേയേഴ്സിന് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത്ര കോടി വരൂല. 18 കോടി ലേലത്തിൽ ഇട്ടത് കൊണ്ടാണ് വന്നത്. എത്ര കോടി വരൂല. നെക്സ്റ്റ് ഫെർഗൂസൺ. ബേസിക് ഫെർഗൂസൺ അത് ബേസിക് എമൗണ്ട് വെച്ച് നോക്കിയാൽ കുഴപ്പമില്ലാതെ RCBക്ക് വേണ്ടി അത്യാവശ്യം. വൈശാഖ് വിജയകുമാർ 1.80 ബൗളർ എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല. ഒരാളവിടെ ഷോട്ട് കടക്കട്ടെ. അത്രേ ഉള്ളൂ. ഇവരിപ്പോ ഏകദേശം പഞ്ചാബ് ഇത്രേ ഉള്ളൂ. പഞ്ചാബ് സുമേധ അയ്യർ കുറച്ച് പേർക്കും നല്ല പേർക്കും കുറച്ചൊന്നുമല്ല. അല്ല, അയ്യറും ഹർഷദീപ് സിംഗും അങ്ങനെ ബോളേഴ്സിന് 2 ആൾക്കാരുണ്ട്. അതിനുള്ളൂ. സ്പെഷ്യലിസ്റ്റ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ അതല്ല, സ്പെഷ്യലിസ്റ്റ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ശ്രേയസ് അയ്യർ മാത്രം. വേറെ പ്ലെയറില്ല. പിന്നെയും ഫില്ല് ചെയ്യാനുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണ് പേപ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് SRH ആണ്. അതിന്റെ ഫസ്റ്റ് പേര് പാറ്റ് കമ്മിൻസ് ക്യാപ്റ്റൻ. അത് റിട്ടേൺ ചെയ്തതാണ്. അല്ല നമ്മൾ തുടങ്ങാന്ന് പറയാ. ക്ലാസൻ റിട്ടേൺ ചെയ്തതാണ്. ഒരു ഓപ്ഷൻ ഇല്ലാത്ത വേറെ പ്ലെയർ. ഇഷാൻ കിഷൻ. ഇഷാൻ കിഷൻ നല്ലൊരു കിട്ടലാണ്. അഭിഷേക് ശർമ്മ റിട്ടേൺ ആണ്. റിട്ടേൺ ചെയ്തതാണ്. ഹർഷൽ പട്ടേൽ ചെറിയ RCBയിൽ ഒറ്റ സീസണേ ഫോം ആയിട്ടുള്ളൂ. പിന്നെ ചെണ്ടയാണ്. അല്ല, പഞ്ചാബില് നല്ല കളിയെന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഓൻ തന്നെ ഉള്ളു കഞ്ചാവ് ഒരു കഞ്ചാവ് ടീം തന്നെയാണ്. അമ്മാരി വിളി വിളിച്ചേക്കണത്. അയ്യോ, പാറ്റ് കമ്മിൻസ് നമ്മള് പറഞ്ഞു. ആദം സാമ്പ ബേസ് എമൗണ്ട് ആണ്. വലിയ കാര്യമില്ല. സാമ്പ പക്ഷെ നല്ല ബെറ്റർ ബൈ ആണ്. കാരണം ഭുവനേശ്വർ കുമാറിന്റെ സ്ലോട്ടിലേക്ക് ഭുവനേശ്വർ കുമാറിന്റെ പകരമാണ് വന്നിട്ടുള്ളത്. 10 കോടി തിരക്കട്ടില്ല, അത്യാവശ്യം നല്ല. പക്ഷെ ഭുവനേശ്വർ കുമാറിന്റെ പകരമാണ് വന്നിട്ടുള്ളത്. ഭുവനേശ്വർ കുമാർ ആയിരുന്നു ഒരു ഇന്ത്യൻ പേസർ ആയിട്ട് ഉണ്ടായിരുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഷമീൻ എടുത്തു. രാഹുൽ ചഹർ നല്ലൊരു സ്പിന്നർ ആട്ടോ, കുഴപ്പമില്ല. സിമർജിത് സിംഗ് 1.80 ബോളർ എന്ന രീതിയിൽ കുഴപ്പമില്ല എന്ന് പറയാം. ട്രാവിസ് ഹെഡ് 14 കോടി. ഒരു 10 കൊല്ലത്തിന് ചിലപ്പോൾ അല്ല, മുതലാണ് അറിയാം. പൈസക്ക് മുതലാണ്. അഭിനയ് മനോഹർ, അഥർവ ടൈഡ്, നിതീഷ് കുമാർ റെഡ്ഡി. അത് കിട്ടലാണ്. ബാറ്റർ റിട്ടേൺ ആണ്. ഇനി ഇവിടെ ബാറ്റിംഗ് ലൈനപ്പ് ഒന്ന് പറയണം. ഓപ്പണിംഗ് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്. 1 ഡൗൺ ഇഷാൻ കിഷൻ, 2 ഡൗൺ ഹെൻറിച്ച് ക്ലാസൻ. നമുക്ക് 2, 3, 4 കടപ്പുണ്ടോ? ബോളിംഗിലേക്ക് വന്നാലും കുറച്ച് കുഴപ്പമില്ലാത്ത ഷാഹറും ഷമിയൊക്കെ വലിയ തിരക്കുള്ള പിടിച്ചെടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. സാമ്പ ഈ പറയണമല്ല, ആള് പുളിയാ. RR നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ മൊത്തത്തിലുണ്ട് മാറിയിട്ടുണ്ട്. എന്താവുന്ന കണ്ടറിയണം. പക്ഷെ ആൾക്കാരുണ്ട് ഇപ്പോഴും കണ്ടത്. ഇവരൊക്കെ കഴിഞ്ഞ ദിവസം ഇതേപോലെ വൻ കളി കളിച്ച ആൾക്കാരാണ്. അതായത് പരാഗ് കളിച്ചിട്ടുള്ളൂ, അതും പറയണം. ഇനി ഫോമായി ഒന്നുള്ളൂ. നിതീഷ് റാണ 4 കോടിക്ക് തിരക്കില്ലാത്തൊരു പ്ലെയർ. ഓൾറൗണ്ടർ എന്ന രീതിയിൽ അവർക്ക് ആവശ്യമാണ്. ഒരാളുടെ വേണം. ധ്രുവ് ജുറയില് റിട്ടേൺ ചെയ്ത് നിർത്തിയതാണ്. സഞ്ജു സാംസൺ ചെക്കനവിടെ മുത്തുമണി ക്യാപ്റ്റൻ തന്നെ അല്ലേ? സന്ദീപ് ശർമ്മ അവിടെ റിട്ടേൺ ചെയ്ത് നിർത്തിയതാണ്. ബൗളർ നല്ല പ്ലെയർ ആണ്. തുഷാർ ദേശ്പാണ്ഡെ നല്ല ബൈയാട്ടോ. 6.80 കാരണം ചെന്നൈയില് കൊറേയൊക്കെ കളി പിടിച്ചെത്തിയത് തുഷാർ പാണ്ഡ്യ. 6 കോടി ആയിട്ടുള്ളൂ. 6.50 അത്ര ആയിട്ടുള്ളൂ. നല്ലൊരു എമൗണ്ട്. അടുത്ത പർച്ചേസ് അത് അസരങ്ക വെറുതെ പറയാൻ പറ്റില്ല. കാരണം ബാംഗ്ലൂരിൽ വന്നത് 16 കോടിക്കാണ് അസരങ്ങനെ എടുത്തത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. 16 കോടിക്ക് ഫസ്റ്റ് വന്നത്. ഇപ്പൊ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എമൗണ്ട് കുറഞ്ഞത് ആ ഒരു
ഫോമിന്റെ ഇതുകൊണ്ടാണ്. നിതീഷ് റാണ പറഞ്ഞു. ആകാശ് മദ്വൽ. തീഷ്ണ ഉണ്ട്. കുമാർ കാർത്തികേയ സിംഗ്, ജോഫ്ര ആർച്ചർ. പറ്റപ്പോയി കളിച്ചാൻ വരൂല ചങ്ങായി. ഓൻ എല്ലാത്തിനും ഷിംറോൺ ഹെറ്റ്മേർ കിഡിലാണ്. നല്ലൊരു ഹിറ്റ്മാൻ ആണ്. കുഴപ്പമില്ല. ആറാമത്തെ അത്യാവശ്യം ശുഭദുബൈ കുഴപ്പമൊന്നുമില്ല. യശസ്വി ജയ്സ്വാൾ അത് സെറ്റാണ്. ബാറ്റർ എന്ന രീതിയിൽ പുള്ളി ടീമിൽ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അല്ല, ജയ്സാള്, ഹെറ്റ്മേർ, പിന്നെ സഞ്ജു ഇവരൊക്കെ വരുമ്പോ പരിപാടി ആയിക്കണോ. ചുറയിലല്ലേ തീഷണ ഇവരൊക്കെ. ആർച്ചർ കളിക്കാൻ വരാണെങ്കിൽ കളിച്ചിട്ടില്ലെങ്കിൽ ഒരു വിദേശ ഫാസ്റ്റ് ബോളർ മിസ് ചെയ്യും. അല്ല, പോരാത്തിൽ ദേശ്പാണ്ഡെ ഉണ്ട്. ദേശ്പാണ്ഡെ ഉണ്ട്, ശരി. വിദേശ ഫാസ്റ്റ് ബോളർ മിസ് ചെയ്യും. കളിച്ചത് കണ്ടറിയണം. ഇനി ഞങ്ങളെ ആർ സി ബി ആണ് വൻ കോമഡി. ഒരു കോമഡി ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാലത്തില് ഞാൻ കാണാൻ തുടങ്ങിയ ശേഷം കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ലേലം ചെയ്തിട്ടുള്ളത്. എല്ലാ കേട്ടിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം കുറെ ഊളകളെ വിളിച്ച് കയറ്റിയാൽ ടീം വളരെ വീക്കാണ്. പ്രാവശ്യം തെറ്റാന്ന് പറയാനുള്ള വേറെ കാര്യണ്ടേ, 30 കോടി പേസിൽ ബാക്കിയുണ്ട് ഇപ്പൊ. അതൊക്കെ അപ്പൊ ഇനി വരാൻ പോകുന്ന ചെറിയ ചെറിയ പ്ലേയേഴ്സിനൊക്കെ അങ്ങനെ എടുത്തെടുത്ത ടീം നല്ല പ്ലേയേഴ്സിനെ ഇട്ട് കളിപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് വരും ദിവസത്തിൽ കാണാൻ. ഫസ്റ്റ് വൺ സ്വപ്നിൽ സിംഗ് ആണ്. സ്വപ്നിൽ സിംഗ് 50 ലക്ഷത്തിനാണ്. പ്ലെയർ ആണ്. നമ്മുടെ പ്ലെയർ തന്നെയാണ്. 50 ലക്ഷമാണ് പ്രാവശ്യം വെച്ചത്. അത് നിങ്ങളുടെ തന്നെ ഓൾറൗണ്ടർ ആണ്. അത്യാവശ്യം ഹിറ്റ് ചെയ്യും. അത് 50 ലക്ഷത്തിന് ഉറപ്പിച്ചതിന് ശേഷം തിരിച്ചാണ് ടീം എടുത്തല്ലേ. ആ പൈസ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് എടുത്താണ് നിങ്ങൾ. അത്ര കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ വേണം വെച്ചെടുത്തല്ലേ. ജിതേഷ് ശർമ്മ 11 കോടി. ഒരു സംശയമല്ല, ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ. നല്ല വിക്കറ്റ് കീപ്പറാണ്. ഫിൽ സാൾട്ട് അടുത്ത്. ഫിൽ സാൾട്ട് 11.50 ഉണ്ടോ? 11.50 ഉണ്ടോ വെച്ചാല് കളിക്കാൻ വന്നാലുണ്ട്. കളിക്കാൻ വരുമോ സംശയം ഉണ്ട് എനിക്ക്. കൃണാൽ പാണ്ഡ്യ എനിക്ക് ആവറേജ് എമൗണ്ട് എത്രയാണ്? 5 കോടി ഉള്ളൂ. ലിവിങ്സ്റ്റൺ അത് കുഴപ്പമില്ല. ലിയാം ലിവിങ്സ്റ്റൺ നല്ല അടിപൊളി ഓൾറൗണ്ടർ, പക്ഷെ കളിക്കാൻ വരുമെന്ന് സംശയമുണ്ട്. ഇംഗ്ലണ്ടുകാരെ പ്രശ്നം അതാണ്, കളിക്കാൻ വരുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ജോഷ് ഹേസൽവുഡ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ജോഷ് ഹേസൽവുഡ് ബെസ്റ്റ് T20 പ്ലെയർ ആണ്. അത് നല്ല സംഭവം. പർച്ചേസ് ചെയ്തത് ഞങ്ങളുടെ പ്ലെയർ തന്നെയാണോ. റസിക്ദാർ കിടിലൻ പ്ലെയറാണ്. കുഴപ്പമില്ല, പക്ഷെ ചാൻസസ് കുറവായിരുന്നു. ഇനിയിപ്പോ RCB വന്നു കഴിഞ്ഞാൽ കുറെ കൂടി. സുയാഷ് ശർമ്മ ബോളർ രീതിയിൽ ആവറേജ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്താ പറയുക, എങ്ങനെ ഇനിയിപ്പോ അതിനെ വരും പറയാൻ പറ്റില്ല. നിങ്ങൾ റിട്ടേൺ ചെയ്ത് ദയാലിനെ റിട്ടേൺ ചെയ്താണ്. സെറ്റ് ആണ്, കുഴപ്പമില്ല. വിരാട് കോഹ്ലി, ഭുവനേശ്വർ കുമാർ എടുത്ത് നിങ്ങൾ നല്ലൊരു കിട്ടല. അതാണ് ഞാൻ പറഞ്ഞത്. അത് എടുക്കല. ഒരു ഇന്ത്യൻ ബോളർ സിറാജിനെ മാറ്റി ഭുവനേശ്വർ കുമാർ വന്നു. അതാണ് അതുകൊണ്ടാണ് ഭുവനേശ്വർ അവിടെ അടിപൊളിയാണോ കേട്ടോ. സിറാജിന്റെ കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെറ്റർ ഭുവനേശ്വർ കുമാർ. വിശ്വസിക്കാൻ പറ്റും. സിറാജ് വന്ന് എറിഞ്ഞ് അടി വാങ്ങാന്നല്ലാതെ അതാണ് ഏറ്റവും ഒരു സന്തോഷം. ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ എന്ന രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള്. പിന്നെ വിദേശ ഫാസ്റ്റ് ബോളർ ആയിട്ട് ഹേസൽവുഡും കൂടി വരുമ്പോൾ ബോളിംഗ് ആണ് RCBന്റെ എല്ലാ കാലത്തും വലിയ പ്രശ്നം. അത് ചെറിയൊരു സന്തോഷം, സാവധാനം ഒരു ഇത് കിട്ടും. ഒരു 160-170 ലിവിങ്സ്റ്റൺ ഓൾറൗണ്ടർ ആണ്. അപ്പം ഈ സ്ഥല കപ്പ് വെറുതെ അത് മാത്രം പറയരുത്. ഈ കപ്പ് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ടീം തിരിച്ചുവിടേണ്ടി ഉണ്ടാക്കിയാണ് പേര് കൊണ്ടാക്കേണ്ടി, അല്ലാതെ കിട്ടൂല. ഇനിയിപ്പോ ബാക്കിയുള്ള സ്ലോട്ടുകളൊക്കെ SRH ഇപ്രാവശ്യം നോക്കുമോ? SRH, RR, പിന്നെ മുംബൈ ഈ 2 ടീമാണ് വൻ ടീമാണ്, ഏറ്റവും ബെസ്റ്റ് ടീം നിലവിൽ. ഇനിയിപ്പോ സ്ലോട്ട് ബാക്കി ഉണ്ടെങ്കിൽ പോലും ഇനി ബാക്കിയൊക്കെ പറഞ്ഞാൽ പോലും പ്ലേയേഴ്സ് ഇല്ല. അതാണ് പറഞ്ഞത്, പ്ലേയേഴ്സ് അധികമില്ല. ചെറിയ പ്ലേയേഴ്സ് നല്ല ടീമാണ്. പിന്നെയും എന്തൊക്കെയാ ഈ എക്സ്പീരിയൻസ് വൈസ് കയറി വരാൻ ചാൻസ് ഉള്ള ടീം പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ. ഇനി ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ട് കയ്യില്, അങ്ങനെ കോഹ്ലിയുണ്ട്. പൈസ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പടിദാറുണ്ട്, ലിയാൻ ലിവിങ്സ്റ്റൺ ഒക്കെ ഉണ്ട്. ഒക്കെ കളിച്ചാൽ മതി. ചാഹറും ഇതേമാതിരി എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ചാഹറിനൊക്കെ ചാഹറല്ല, മറ്റേ ബോളറെ നിങ്ങൾ മറ്റേ സിറാജിനെ പറയത്തില്ലേ, ഭുവനേശ്വർ കുമാർ സെറ്റാണ്. എല്ലാ സമയത്തൊന്നും പറയാൻ പറ്റില്ല. ഒന്നും കുഴപ്പമില്ല. ഭുവനേശ്വർ കുമാർ സിറാജിനെക്കാട്ടും നല്ല ഭുവനേശ്വർ കുമാറാണ്. അപ്പൊ എന്താണെങ്കിലും IPL ലേലം കഴിഞ്ഞിട്ടില്ല. ടീം സെറ്റ് ആവാനുണ്ട്. കളി തുടങ്ങട്ടെ. കപ്പ് നമ്മൾ അടിക്കും. കപ്പ് ചെന്നൈ അടിക്കും. ചെന്നൈ ആലത്തും ചെന്നൈയിലേക്ക് ഈ പ്രാവശ്യം കപ്പ് പോലെ. ചെന്നൈ പോയില്ലെങ്കിലും ബാംഗ്ലൂർ പോലെ. ബാംഗ്ലൂർ പോകണമെങ്കിൽ ആഗ്രഹം ബാംഗ്ലൂരാണ്. പിന്നെ ചാൻസസ് SRH, MI. പക്ഷെ എനിക്ക് അടിക്കണം എന്ന് ആഗ്രഹം ഉള്ളത് ചെന്നൈ കഴിഞ്ഞപ്പോൾ എനിക്ക് അടിക്കണം എന്ന് തോന്നുന്നത് ഒറ്റ ടീമാണ്, RR. എനിക്ക് RCB കഴിഞ്ഞാൽ പിന്നെ RR.
ഏറ്റവും ലാസ്റ്റ് ചെന്നൈ ഇവര് കാണുന്ന കളിപ്പന ഒരു ബാർസലോണ അങ്ങനെ പറയണ പോലെ എനിക്ക് കുയിന്ത് വെറുതെ കുയിന്നിളക. ചെന്നൈ പറഞ്ഞ കുയിന്നിളക. നല്ല ആൾക്കാരെ കാണുമ്പോൾ അഹങ്കാരാണ്. നിങ്ങൾ ഈ കുറച്ച് പണം കഴിക്കുന്ന മരത്തുമ്പോഴാണല്ലോ എറിയാതറില്ല. ആ അവസ്ഥയാണ്. പണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ ടീമൊന്നും ഇല്ല. അത് തോന്നുക ധോണി നോക്കാം കപ്പ് ഈ പ്രാവശ്യം ഞങ്ങൾ അടിക്കും. ഇനി IPL വീഡിയോസ് ഒക്കെ ഒരുപാട് വരും കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്യാം. എന്താ പറയുക, എവിടെയെങ്കിലും ജയിക്കട്ടെ, അടിക്കട്ടെ. അല്ല അങ്ങനെ പറയണ്ട. ഇനി കപ്പ് അടിച്ചിട്ട് ഒരു കപ്പല്ലേ കിട്ടിയുള്ളൂ ഇപ്പോഴല്ലേ കിട്ടിയെന്ന് പറയാൻ നിൽക്കണ്ട. കപ്പ് ഞങ്ങൾക്ക് കിട്ടും. കപ്പിന്റെ എണ്ണത്തിൽ കമ്പയർ ചെയ്താൽ അങ്ങനെ പറയും. ഒരു സീസണിൽ RCB എന്നും കപ്പ് അടിച്ചോ? അടിച്ച 5 കപ്പിനെക്കാട്ടിലും ആഘോഷിക്കപ്പെടുന്ന ഒരു കപ്പായിരിക്കും അത്. അത് നിങ്ങൾ ആഘോഷിക്കും, ഞങ്ങളല്ല. ലോകം മൊത്തം ആഘോഷിക്കും. അത് മനസ്സിലായില്ലേ? ലോകം മൊത്തം ആഘോഷിക്കും. ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ കപ്പടിക്കണം, ഞാൻ RCB കപ്പടിച്ചാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒരേ ഒരു എലമെന്റ് ഉള്ളൂ, വിരാട് കോഹ്ലി അല്ലേ? വേണ്ട, ഇങ്ങനെ എലമെന്റ് ഞങ്ങൾക്ക് വേണ്ട. അത് ഇന്ത്യൻ എന്നുള്ള രീതിയിലാണ്, അല്ല നിങ്ങളുടെ ടീമിന്റെ രീതിയിലാണ്. അത് കോഹ്ലിക്ക് അടിക്കുന്നത് പറയാൻ കാരണം കോഹ്ലി അത് അടിക്കാൻ ഡിസേർവ്ഡ് ആണ് ആള്. കാരണം ഈ പറഞ്ഞ പോലെ മെസ്സി, സത്യം പറയല്ലോ, ബാഴ്സലോണ കണ്ടെടുത്താൽ കണ്ടുകൂടാ, അർജന്റീന കണ്ടെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ മെസ്സി കപ്പടിച്ചപ്പോ സന്തോഷമുണ്ടായിരുന്നു. ആ രീതിയിൽ എനിക്ക് സന്തോഷമൊന്നുമില്ല. എനിക്ക് ഏത് അറ്റം നമ്മളൊരു പ്ലെയർ അത് വലിയ സന്തോഷമുള്ള കാര്യമല്ല. പക്ഷെ വീണ്ടും പറയുന്നു, RCB വീണ്ടും പുതിയ ഇപ്പൊ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. കപ്പ് ഞങ്ങൾ അടിച്ചിരിക്കും. അതിനുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ലേലം അടക്കം നടത്തിയിരിക്കുന്നത്. അപ്പൊ കോഹ്ലി കിങ് ഞങ്ങളപ്പാണ്.